സോ ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ പുത്തുമുതി വീടുണ്ടാക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഫുൾ അയനാർബറും ഒരു പുത്തുമുതി വില്ലേജ് കണ്ടുപിടിച്ചു വന്ന്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് ഒരു പുത്തുമുതി വീടുണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് റിസോഴ്സസിൻ്റെ ആവശ്യം വരും. അതിനകത്ത് മെയിനാണ് ഫുഡ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ 3 മെയിൻ ടൈപ്സ് ഓഫ് ഫുഡാണ് വേണ്ടത്: സ്പ്രൂസ് ലോഗും, ഓക്ക് ലോഗും, ബിർച്ച് ലോഗും. ഇത് 3 മെയിനായിട്ട് എനിക്ക് വേണം. പിന്നെ ചെറുതായിട്ട് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാണ്ട് ഗൈസ്, ഈ വീഡിയോ സ്വന്തം ക്രിയേഷനും കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ കൂടെ ഞാൻ ഈ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പുത്തമുതിയൊരു മോഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ലേറ്റർ ഓൺ ദ വീഡിയോ അറിഞ്ഞോളൂ. ഈ പണി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗീസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ ഒപ്പിച്ച് കാരണം കേവിലൊക്കെ പോയി എൻ്റെ എല്ലാ ഫുഡും തീർന്നു. ഇനി എൻ്റെ 6 ആപ്പിളുള്ളൂ. നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം. ഇച്ചിരി ഷീപ്പിനൊക്കെ കൊന്ന് ഗീസ്. അപ്പം ആവശ്യമുള്ള എല്ലാ ഫുഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ് ഫൈനലി എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും കളക്ട് ചെയ്തെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പണിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇച്ചിരി ആക്സസ് ഉണ്ടാക്കാം ഗൈസ്. ഫസ്റ്റ് നോക്കൂട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ കളക്ട് ചെയ്ത് തുടങ്ങാം. ഗൈസ്, ഒക്കെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാക്ക് ഞാൻ ഓക്കൂട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ ബിർച്ചൂട്ട് കളക്ട് ചെയ്യലാണ്. നിങ്ങൾക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ കളക്ട് ചെയ്യാൻ തുടങ്ങാം ഗൈസ്. അങ്ങനെ ഫൈനലി എനിക്ക് ആവശ്യമുള്ള ഓക്കൂട്ടും ബിർച്ചൂട്ടും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊക്കെ സ്പ്രൂസ് വുഡ് കളക്ട് ചെയ്താൽ മതി. സ്പ്രൂസ് വുഡ് കളക്ട് ചെയ്യാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഭയം കണ്ടുപിടിക്കേണ്ട വരും, കാരണം ഇവിടെ അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഈ 2 ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. അതിൻ്റെ നമുക്ക് ബിർച്ച് വുഡ് ഓക്ക് വുഡിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. കാരണം എങ്ങനെ ഞാൻ പോകുന്ന ഉള്ളിൽ മരിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങളും പോകും. അപ്പോൾ എല്ലാം വച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി എക്സ്പ്ലോറിങ്ങിന് പോവാം. ഗൈസ്, ഒരുപാട് നേരമൊന്നും എടുത്തില്ല. ഒരു ഇച്ചിരി അങ്ങനെ നടന്നപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ ജംഗിൾ ബയം കിട്ടി. പക്ഷേ ഞാൻ ഇതെല്ലാം നോക്കണം, സ്പ്രൂസ് ബയമാണ് നോക്കണം. അപ്പോൾ എന്തായാലും ജംഗിൾ ബയം കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ സാപ്ലിങ്സൊക്കെ എത്തിച്ചേക്കാം. ഇതിന് സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ എക്സ്പ്ലോറിങ്ങിന് പോവാം ഗൈസ്. ജംഗിൾ ബയം തൊട്ടടുത്ത് തന്നെ ഒരു റൂയിൻ ബോട്ടിൽ കണ്ടു ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഇതിനൊരു ചെസ്റ്റ് അടുത്ത് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, ചെസ്റ്റ് കണ്ടു, ഇതേ കിടക്കുന്നു. ഇനി ചെസ്റ്റ് തുറന്ന് നോക്കാം. 2 ലോഡ് സ്റ്റോൺ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഇങ്ങനെ ഫൈനലി ഞാൻ ഒരു സ്പ്രൂസ് ബയം കണ്ടുപിടിച്ചു. ഇവിടെ സ്നോവി പീക്കാണെന്ന് തോന്നണം, പക്ഷേ ഇച്ചിരി പാടായിരിക്കും. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. പക്ഷേ ആദ്യം തന്നെ എനിക്ക് ഇച്ചിരി അയണ്ട ആവശ്യമുണ്ട്. ഞാൻ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. ഗൈസ്, ഇങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ ഒരുപാട് ദൂരം വന്നു. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട, നേരെ മൈനിങ്ങിലോട്ട് പോവാം. കാരണം എൻ്റെ അയൺ ആർമർ എനിക്കറിയില്ല, ഇടയ്ക്ക് വെച്ച് കൂട്ടിപ്പോയാൽ മൂഞ്ചി പോകാണ്ട് വെച്ചുകൊണ്ട് അതിന് വേണ്ടി മൈനിങ്ങിന് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ മൈനിങ്ങിന് തന്നെ പോവാം ഗൈസ്. സത്യം പറയാം, ഒരിക്കലും പ്രതീക്ഷയില്ല എനിക്ക് ഫസ്റ്റ് ഡയമണ്ട് കിട്ടി ഗൈസ്. ഞാൻ വെറുതെ മൈനിങ്ങിന് പോയത്, എൻ്റെ എല്ലാം പൊട്ടിപ്പോയിരിക്കും. എൻ്റെ പിക്കാക്സ് പോലും ഇല്ല, അതുവരെ പൊട്ടിപ്പോയി. ഇടുമ്പോൾ എനിക്ക് പുതിയ ഉണ്ടാക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ ഗൈസ്, എനിക്ക് ഡയമണ്ട് കിട്ടി. എനിക്ക് ഓർമ്മയുള്ളതെന്ന് തോന്നണേ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഈ വേൾഡിൽ ഫസ്റ്റ് ഡയമണ്ട് അല്ലേ, നമുക്ക് ഐശ്വര്യത്തോടെ തന്നെ പൊട്ടിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഇത് നമുക്ക് നോക്കണ്ട, നേരെ പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട്. വെറുതെ അയൺ മൈനിങ്ങിന് വന്നാൽ എന്തായാലും കിട്ടിയേണ്ട, നമുക്ക് വീട്ടിൽ പോവാം ഗൈസ്. അങ്ങനെ ഫൈനലി വീടെത്തി കേവി തിരിച്ചുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നേരെ സ്പ്രൂസ് ബയോയിലോട്ട് പോയിട്ട് സ്പ്രൂസ് ബൈയും ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, നേരെ പണിയോട്ട് കുറവ് ഗൈസ്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ ഇതേ തൊട്ടപ്പുറത്ത് പെയിൽ ഗാർഡൻ ബയോം. ഇതെന്താ നിങ്ങൾക്ക് അറിയാത്തവർക്ക്, ഇത് പുതിയ അപ്ഡേറ്റിൽ വന്നേക്കുന്ന സാധനമാണ്. ഇത് പുതിയ ബയോവും പുതിയ വുഡ് ടൈപ്പും. ഇവിടെ ഒരു വേറെ മോൺസ്റ്ററൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം എന്തായാലും അതിനുള്ള പവറൊക്കെ എത്തിയിട്ടുള്ള. നമുക്ക് ഡയമണ്ട് ആർമർ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോരാം. തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞു. സ്പ്രൂസ് വുഡും ബിർച്ച് വുഡും ഓക്ക് വുഡും ആവശ്യമുള്ള എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സും കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി 95% കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൂത്രം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മോഡ്. ഇതിനകത്ത് എൻ്റെ വീടിന് വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയലിസ്റ്റും കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഹോളോഗ്രാമും കൂടി കാണിക്കാം. നിങ്ങൾക്ക് ലേറ്റർ ഓൺ ദ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എന്തൊക്കെ ഇപ്പം എൻ്റെ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഞാൻ ഒരുപാട് നേരം ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്തു. ഇപ്പോൾ സ്പ്രൂസ് ലോഗും സ്ലാബൊക്കെ ക്രാഫ്റ്റ് ചെയ്തു. നമുക്ക് ഇച്ചിരിയും കൂടി കാര്യങ്ങളുണ്ട്.
എന്നാൽ നമുക്ക് അതുകൊണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങാം. ബെല്ല്, ഇച്ചിരി ലാൻഡേൺസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് നമ്മുടെ വീടിന് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്. ഈ ചെസ്റ്റിൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാൻ വീടുണ്ടാക്കാം. ഫസ്റ്റ് നമുക്കൊരു ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യണം. അതിൻ്റെ നിങ്ങളെ ഹോളോഗ്രാം എങ്ങനെ വരുത്തുന്നത് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ ഫുൾ സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഹോളോഗ്രാം വരുത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചാൽ മതി, എനിക്കപ്പോൾ എൻ്റെ വീടിൻ്റെ ഹോളോഗ്രാം കിട്ടിക്കോളും. അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ വീടിൻ്റെ ഹോളോഗ്രാം ഉള്ളിടത്ത് കാലം പോയി സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ വീട് എൻ്റെ ക്രിയേറ്റീവ് വേൾഡിൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഈ ഇൻറ്റീരിയർ കാണിച്ചു തരാം, അത് എങ്ങനെയാണ് ഇൻറ്റീരിയർ എല്ലാ കാര്യങ്ങളും. ഇനി വേറൊരു ഫ്ലോറും കൂടി ഉണ്ട്, ഇപ്പോൾ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഇതാണ് ഗൈസ് ഫുൾ എക്സ്റ്റീരിയർ. ഇങ്ങനെയായിരിക്കും എൻ്റെ വീട് കാണാൻ. ഗൈസ് ഇനി എന്തായാലും നമുക്ക് സമയം കളയണ്ട, നമുക്ക് വീട് പണിയാൻ തുടങ്ങാം. ഓക്കെ, തുടങ്ങണേക്കാൾ മുമ്പ് എനിക്ക് ഈ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. എനിക്കിങ്ങനെ നമ്മുടെ ആർമർ സ്റ്റാൻഡിൻ്റെ പോസ് മാറ്റുന്നതനുസരിച്ച് എനിക്ക് എൻ്റെ വീടിൻ്റെ ലെയറും മാറ്റാനും പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് ലെയറിലാണ് എൻ്റെ വീടിൻ്റെ. ഇതാണ് എൻ്റെ വീടിൻ്റെ കുഞ്ഞു ഹോളോഗ്രാം. ഇത് കണ്ടോ, ഇത് കണ്ടോ ഓരോ ലെയർ കാണിക്കും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മോഡാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ പോസ് മാറ്റുന്നതനുസരിച്ച് എൻ്റെ വീടിൻ്റെ ലെയർ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത് നോക്കി ഇത് ഉണ്ടാക്കാൻ പറ്റും വീട്. അതുകൊണ്ട് തന്നെ ഈ വീട് എനിക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ് അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞു ഞാൻ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി ഇങ്ങനെയാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഗൈസ് നമ്മുടെ വീഡിയോ എടുത്തതിന് മുമ്പ് നിങ്ങളാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.